ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കാനണിന്റെ ബെസ്റ്റ് മിറർലെസ് ക്യാമറയായ EOS R3 ആണ്. അപ്പോൾ അൺബോക്സ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയുള്ളതെന്ന് കാണാം. ഇതിന്റെ മാനുവൽ ആണ്. ഇത് ഐ ക്യാപ്പ് ആണ്. ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ ബാക്കിയുള്ളത് എന്തൊക്കെയാണ് കൂടി നോക്കിയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഇതിന്റെ ചാർജറാണ്. പിന്നെ വരുന്നത് നമ്മുടെ ചാർജിങ് കേബിൾ ആണ്. ഇത് ബാറ്ററി പാക്ക്. പിന്നെ ഒരു ക്യാമറ സ്ട്രാപ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു USB കേബിളും ആണ് ഇതിന്റെ കൂടെ വരുന്നത്. ഇതിന്റെ കൂടെ ഇല്ലാത്ത സാധനങ്ങൾ എന്ന് പറയുന്നത് ലെൻസും അതുപോലെ തന്നെ മെമ്മറി കാർഡും ആണ്. ഇതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട മെമ്മറി കാർഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഹൈ സ്പീഡ് SD കാർഡോ അതല്ലെങ്കിൽ CF എക്സ്പ്രസ് കാർഡോ ആയിരിക്കണം. അതുപോലെ ഇതിൽ ലെൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മൗണ്ട് അഡാപ്റ്റർ ആവശ്യമുണ്ട്. അതെന്ന് പറയുന്നത് EF to EOS R എന്ന് പറയുന്ന മൗണ്ട് അഡാപ്റ്റർ ആണ്. വേറെ തന്നെ വാങ്ങിയതാണ്. ഇനി ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ EF ലെൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ അഡാപ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ബാക്ക് വ്യൂ ഇങ്ങനെയാണ് വരിക. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെയും കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ മെമ്മറി കാർഡൊന്ന് ഇതിലിട്ട് നോക്കാം. ഇത് CF എക്സ്പ്രസ് കാർഡാണ്. അതായത് 6K വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ CF കാർഡ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്ലോട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഐ പീസ് ഒന്ന് ഇട്ട് നോക്കാം. ഇനി ഇതിന്റെ ബാറ്ററി ആണെങ്കിൽ നമ്മൾ ഈ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ടാണ് ബാറ്ററി ഇടേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലെൻസ് ഒന്നും കണക്ട് ചെയ്യുന്നില്ല. നമുക്കൊന്ന് EF അഡാപ്റ്ററും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം.
അടുത്തുള്ളതൊക്കെ തന്നെയും EF ലെൻസസ് ആണ്. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അഡാപ്റ്റർ. ഇനി നമുക്ക് ഈ ക്യാമറയുടെ ഓരോ ഫീച്ചേഴ്സ് ആയിട്ട് കാണാം. ഇനി ഈ ക്യാമറയുടെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 150 മില്ലിമീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 142.6 മില്ലിമീറ്റർ ആണ്. അതുപോലെ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 87.2 മില്ലിമീറ്റർ ആണ്. ഇനി വെയ്റ്റ് എന്ന് പറയുന്നത് 822 ഗ്രാംസ് ആണ്. അതായത് കാർഡും ബാറ്ററി ഇൻക്ലൂഡിംഗ് ആണെങ്കിൽ 1015 ഗ്രാംസ് ആണ് ഇത് വരിക. ഈ ക്യാമറയുടെ റെസൊല്യൂഷൻ വരുന്നത് 24.1 മെഗാ പിക്സൽസ് ആണ്. ഈ ക്യാമറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ് ടു 8 സ്റ്റോപ്പ് ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസർ ആണ്. ഇനി നമുക്കിതിൻ്റെ സെൻസറിനെ പറ്റി പറയാം. ഇതിൽ ഫുൾ ഫ്രെയിം സ്റ്റാക്ഡ് ബാക്ക് ഇലുമിനേറ്റഡ് സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇലക്ട്രോണിക് മോഡിലാണെങ്കിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡും മെക്കാനിക്കൽ ഷട്ടർ ആണെങ്കിൽ 12 ഫ്രെയിംസ് പെർ സെക്കൻഡിലുമാണ് ഫോട്ടോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുക. ഇനി ഇതിൻ്റെ ISO എന്ന് പറയുന്നത് 100 to 1,02,400 വരെയാണ്. ഇനി ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അത് 2,04,800 വരെയാണ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ ക്യാമറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സബ്ജക്റ്റ് ട്രാക്കിംഗ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഫ്രെയിമിൽ ആളുകളോ ആനിമൽസോ ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി അവരെ കണ്ണുകളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ വെഹിക്കിൾസ് ആണെങ്കിൽ വെഹിക്കിൾസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ക്യാമറയുടെ ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഐ കൺട്രോൾ ഓട്ടോ ഫോക്കസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരാളെ ക്യാമറയിലൂടെ നോക്കുകയാണെങ്കിൽ അയാളിലേക്ക് ഓട്ടോമാറ്റിക്കലി ക്യാമറ ഫോക്കസ് ആയിക്കോളും. ഇനിയിപ്പോൾ തൊട്ടടുത്തുള്ള ആളിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അയാളിലേക്ക് ഫോക്കസ് മാറും. ഇനി ഈ ക്യാമറയിൽ വരുന്ന വ്യൂ ഫൈൻഡർ എന്ന് പറയുന്നത് 120 ഫ്രെയിംസ് പെർ സെക്കൻഡ് റിഫ്രഷ് റേറ്റ് ഉള്ള 100% കവറേജ് ഉള്ള വ്യൂ ഫൈൻഡർ ആണ്. ഇനി ഇതിൽ വരുന്നത് ഫുള്ളി ആർട്ടിക്കുലേറ്റഡ് 8.2 സെൻറ്റിമീറ്റർ ടച്ച് സ്ക്രീൻ ആണ്. അതായത് നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ നമുക്ക് കംപ്ലീറ്റ്ലി ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് നമുക്കിപ്പോൾ വ്ളോഗിങ്ങിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ കാണുന്ന രീതിയിലേക്ക് നമുക്ക് പിടിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ക്യാമറയിൽ വൈഫൈയും ബ്ലൂടൂത്തും GPS-ഉം ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇമേജസിനെ ട്രാൻസ്ഫർ ചെയ്യാനും ക്യാമറയെ റിമോട്ട്ലി കൺട്രോൾ ചെയ്യാനും പറ്റുന്നതായിരിക്കും. പിന്നെ നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യാനും പറ്റുന്നതാണ് ഈ ക്യാമറയിൽ. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് USB-C കേബിൾ വെച്ചിട്ടും കണക്ട് ചെയ്യാം. ഇതിൻ്റെ വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 6K RAW ഫോർമാറ്റിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡും അതുപോലെ 4Kയിൽ 120 ഫ്രെയിംസ് പെർ സെക്കൻഡും ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.